Hi everyone, welcome back to our English class. So, in the discussing the topic it is grammar part and you can see which topic we are going to discuss, right? Active and passive voice. So, we examine the portion in the syllabus. It's important active and passive. You guys know that, right? So, active and passive voice we active and passive voice. We are going to learn, okay? So, first question what do you mean by active and passive voice? Okay, active and passive voice what do you mean by this first question? So okay, so let's learn what is mean by what is meant by active voice, what is meant by passive voice. Okay, so here you can see voice. Okay, sentence രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഒന്ന് ആക്റ്റീവ് വോയിസ് ആയിട്ടും ഒന്ന് പാസീവ് വോയിസ് ആയിട്ടും. അപ്പൊ എന്താണ് ആക്റ്റീവ് വോയിസ്? See here, the thing is what subject does. Okay, ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് what the subject is. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡൂർ ഓഫ് ദി ആക്ഷൻ. ആരാണ് ഒരു ആക്ഷൻ ചെയ്യുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ആ പേഴ്സൺ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ എന്ത് പറയും? സബ്ജക്ട് എന്ന് പറയും. സോ ഇവിടെ ആക്റ്റീവ് വോയിസിൽ ഹു ഈസ് ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ് ആർക്കാ കിട്ടുന്നത്? ദ സബ്ജക്ട് ഈസ് ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോ ആക്ച്വലി വാട്ട് സബ്ജക്ട് ഡസ് അല്ലെങ്കിൽ വാട്ട് ഡസ് ദ സബ്ജക്ട് ഡു, എന്താണ് നമ്മുടെ സബ്ജക്ട് ചെയ്യുന്നത്, അതിന് ഇമ്പോർട്ടൻസ് ആണ് എന്ത്? ആക്റ്റീവ് വോയിസ്. നേരെ മറിച്ച് പാസീവിലേക്ക് വരുന്ന സമയത്ത് when we discuss about passive, the focus is on the action. അപ്പൊ എന്തിലേക്കാണോ ആരിലേക്കാണോ പ്രവൃത്തി ചെയ്തത് അതിലേക്കാണ് എന്ത്? പാസീവ് വോയിസ് നമ്മൾ അറ്റൻഷൻ ചെയ്യുക. ആര് ചെയ്തു എന്നല്ല. ഓക്കെ, ദാറ്റ് ഈസ് ആക്റ്റീവ്. അപ്പൊ എന്തിലേക്കാണോ ആ പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നത്, എന്തിനോടാണോ ആരിലേക്കാണോ ആ ആക്ഷൻ നടത്തപ്പെട്ടിരിക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇമ്പോർട്ടൻസ് കൊടുക്കുക പാസീവില്. അപ്പൊ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തു എന്നത്തിന് സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ എന്താണ്? എനിക്കാണ്. ഞാൻ ക്ലാസ് എടുത്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുത്തു. പിന്നെ മിസ് പറയണം മിസ് ക്ലാസ് എടുത്തു, ഞാൻ ക്ലാസ് എടുത്തു. അപ്പൊ ഇവിടെ എനിക്കാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ പറയണേ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ക്ലാസ് എടുത്തത്. സോ ദാറ്റ് കുട്ടികൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുത്തത്. കുട്ടികൾ എന്ന് പറയുന്ന ആ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ആ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് എന്താ? പാസീവ്. ഓക്കെ, നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ ഇതിന്റെ മെയിൻ റൂള് പഠിക്കണം. ഓക്കെ, we should learn how to do this അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്. അപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് when we do reported speech, അതേപോലെ ആക്റ്റീവ് വോയിസ് ചെയ്യുന്ന സമയത്ത് ടെൻസ് ചേഞ്ച് ആവും എന്നുള്ള എന്താണ് ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാവും. ലെറ്റ് മി ക്ലിയർ ദാറ്റ് ഫസ്റ്റ്. ടെൻസ് ചേഞ്ച് ആകുന്നത് ആകെ റിപ്പോർട്ട് സ്പീച്ചിലാണ്. ഓക്കെ, ദ ടെൻസ് won't change in active and passive voice. നമ്മൾ സെയിം ടെൻസിലാണ് എന്ത് ചെയ്യുക? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യും. ശരിക്കും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഭയങ്കര ഈസിയാണ്, കാരണം ടെൻസ് മാറുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഈ സ്ട്രക്ചർ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. യൂസ് ദിസ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇവിടെ നോക്കുക നിങ്ങൾ, ആക്റ്റീവ് വോയിസിൽ നമ്മൾ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്, നമ്മൾ നോർമൽ സെന്റൻസിന്റെ ആ ഒരു സ്ട്രക്ചർ SVO, സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്, ആ സെയിം എന്ത് ചെയ്യും സ്ട്രക്ചറിൽ we follow the sentence, right? Next one, when we come to passive ആവുന്ന സമയത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യും? സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ എന്തിനെ കൊണ്ടുവരും? we take the object. നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവരും സെന്റൻസിന്റെ ഫസ്റ്റ്. അപ്പൊ this is the first step. What? We should take the object first. Okay, ഒബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റിലേക്ക് കൊണ്ടുവരും. പ്ലസ് ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ബി ഫോം കൊടുക്കണം. ബി ഫോം നമുക്കറിയാം ഈസ്, ആം, ആർ, ഹാസ്, ഈസ്, ആം, ആർ, ബി ബീങ് ഉണ്ട്, ബീൻ ഉണ്ട്, ദെൻ വാസ്, വേർ, അല്ലെ? അപ്പൊ എന്താണ്? ബി ഫോംസ് വീനും. അപ്പൊ ഒബ്ജക്റ്റിന് ശേഷം ബി ഫോംസ് ആണ് വരാം. ഓക്കെ, അതിനുശേഷം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എപ്പോഴും ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആ വേർബിന്റെ ടെൻസ് എന്ത് ചെയ്യും? നമ്മൾ വേർബിന്റെ ടെൻസ് മാത്രമാണ് തേർഡ് ഫോം ആക്കുക. വി ഹാവ് ടു ചേഞ്ച് ദ ടെൻസ് ഫോം ഇൻ ടു ദ തേർഡ് ഫോം. ഓക്കെ, അപ്പൊ റൈറ്റ്, റോട്ട്, റിട്ടൺ, walk, walked, walked, run, ran, run.
Okay, so the third form of the verb form ആണ് എന്ത് ചെയ്യുക പാസീവ് വോയിസിൽ വരാം. അത് നമ്മൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കാം. ദെൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റിന് മുൻപിൽ എന്തുണ്ടാവും ബൈ എന്നുള്ള ഫോം ഉണ്ട്. ദാറ്റ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ദിസ് ഇസ് ദ തിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇനി ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണ് ബി ഫോം പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. എല്ലാത്തിനും നമ്മൾ ടെൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഒരിക്കലും ടെൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് സെന്റൻസിന്റെ ടെൻസ് കാലങ്ങൾ നമ്മൾ മാറ്റില്ല. സെയിം സംഗതി നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് എന്താണ് അത് പാസീവ് ആക്കുന്ന സമയത്ത് ബി ഫോം പ്ലസ് V3 ആക്കി കൊടുക്കുന്നേന്നുള്ളൂ. ഇവിടെ നോക്കുക നിങ്ങൾ അലക്സ് പെയിന്റ്സ് പിക്ചേഴ്സ് സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. കാരണം നമുക്ക് പെയിന്റ്സ് കണ്ടാൽ തന്നെ അറിയാം. അലക്സ് പെയിന്റ്സ് പിക്ചേഴ്സ്. അലക്സ് പെയിന്റ് ചെയ്യാറുണ്ട് അല്ലെ, ചിത്രങ്ങൾ പെയിന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം ആക്ച്വലി അലക്സ് എന്ന് പറയുന്നത് എന്താണ് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് അല്ലേ അലക്സ്. നോക്കിയേ പെയിന്റ്സ് എന്ന് പറയുന്നത് verb ആണ് ആൻഡ് പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. നേരെ നമ്മൾ എന്തിലേക്ക് വരാണ് പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ് ഒബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരണം. പിന്നെ നമ്മൾ എന്ത് കൊണ്ടുവരണം ബി ഫോം കൊണ്ടുവരണം. ഇവിടെ നോക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പെയിന്റ്സ് എന്നാ പറയുന്നത്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. നമ്മൾ ഒരിക്കലും അതിന്റെ പാസ്റ്റ് ടെൻസിലേക്കോ പാസ്റ്റ് പാർട്ടിസിപ്പിലേക്കോ ഒന്നും നമ്മൾ മാറ്റില്ല. വി ഹാവ് ടു മേക്ക് പാസീവ് ഇൻ പ്രസന്റ് ടെൻസ് ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ നമ്മൾ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പാസീവ് ആക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ശേഷം ബി ഫോം വരണം. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ബി ഫോം എന്താണ് ഇറ്റ് ഈസ് ആറ് മാത്രമാണ്. ബിക്കോസ് നമുക്ക് ഈസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് പിക്ചേഴ്സ് ആണ് പ്ലൂറൽ ഫോം ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എന്താണ് വാസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ആക്റ്റീവ് is in present tense. ഇത് present tense അല്ല. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആറ് പ്ലസ് ബീങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ബീങ് കൊടുക്കണം. പ്ലസ് ബീങ് എന്നിട്ട് എന്താണ് പെയിന്റഡ് V3 ഫോം. ഇവിടെ നോക്കുക നിങ്ങൾ പ്ലസ് ബീങ് പ്ലസ് V3 ഫോം ബൈ അലക്സ്. ഓക്കെ, അപ്പോ എന്താ നമ്മൾ കൊടുത്തേ പിക്ചേഴ്സ് കൊടുത്തു. പിക്ചറിന് ശേഷം നമ്മൾ എന്താണ് ആറ് കൊടുത്തു. ആറിന് ശേഷം ബീങ് എന്ന് പറയുന്ന ING ഫോം നമ്മൾ കൊടുത്തു. ദെൻ എന്ത് കൊടുത്ത് പെയിന്റഡ് ബൈ അലക്സ്. ഓക്കെ, V3 ഫോം ഓഫ് ദ വെർബും കൊടുത്ത്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക ഇവിടെ അലക്സ് ഈസ് പെയിന്റിങ്. Alex is painting pictures. Present continuous tense. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട് verb ഉണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. നോക്ക് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ആറ് കൊടുത്തു നമ്മൾ അല്ലേ. ബീങ് കൊടുത്തു പെയിന്റഡ് ബൈ അലക്സ് അല്ലേ. നമ്മൾ എന്ത് കൊടുത്തു പിക്ചേഴ്സ് ആർ ബീങ് പെയിന്റഡ് ബൈ അലക്സ്. ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങള് നെക്സ്റ്റ് വൺ നോക്കൂ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് പറയുമ്പോൾ തന്നെ കേട്ടാൽ തന്നെ അതിൽ എന്ത് വരും ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്താ നമ്മൾ ടെൻസിൽ വരും. ഇവിടെ നോക്കുക നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അലക്സ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഉണ്ട്. പെയിന്റഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി V3 ഫോം ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി പിക്ചേഴ്സ് എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന് പിക്ചേഴ്സിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഹാസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ ഓക്സിലറി കൊടുക്കുക ഈസ് കൊടുക്കാൻ പറ്റില്ല, ആറും കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈസും ആറും നമുക്ക് കൊടുക്കാൻ പറ്റാത്തേ ബിക്കോസ് ദിസ് ഇസ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസ് ആവുന്ന സമയത്ത് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുക നിങ്ങൾ പിക്ചേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വി ഹാവ് ടു ഗിവ് ഹാവ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ബി ഫോം വേണം. അപ്പൊ ബീൻ നമുക്കറിയാലോ പെർഫെക്റ്റ് ടെൻസിൽ ഒരിക്കലും നമ്മൾ ബീങ് ഉപയോഗിക്കില്ല. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, ഷീ ഹാസ് ബീൻ ലിവിങ്, ഐ ഹാവ് ബീൻ സ്റ്റഡിങ്. നമ്മൾ എപ്പോഴും ബീൻ ആണ് പറയുക അല്ലെ പെർഫെക്റ്റ് ടെൻസിൽ. സോ ബീൻ ആണ് ഇവിടെ വരാം. നെക്സ്റ്റ് V3 ബൈ അലക്സ്. സോ പിക്ചേഴ്സ് ഹാവ് ബീൻ പെയിന്റഡ് ബൈ അലക്സ് എന്നാവും അതിന്റെ പാസീവ്. അടുത്തത് നോക്കിയേ സിമ്പിൾ പാസ്റ്റിൽ വരുന്ന സമയത്ത് അലക്സ് പെയിന്റഡ് പിക്ചേഴ്സ് സബ്ജക്റ്റ് ആണ്. V2 ആണ് ഒബ്ജക്റ്റ് ആണ്. പെയിന്റഡ് പാസ്റ്റ് ടെൻസ് ആ വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പിക്ചേഴ്സ് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നേ. പ്ലൂറൽ ആയതുകൊണ്ട് നിങ്ങൾ നോക്കുക പിക്ചേഴ്സ് വേർ പെയിന്റഡ് ബൈ അലക്സ്. പിക്ചേഴ്സ് വേർ പെയിന്റഡ് ബൈ അലക്സ് എന്താവും. അടുത്ത നോക്കുക നിങ്ങള് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് ഇവിടെ നോക്കിയേ എങ്ങനെ വരാം അലക്സ് വാസ് പെയിന്റിങ് പിക്ചേഴ്സ്. ഇവിടെ നോക്കുക നിങ്ങൾ അലക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, വാസ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, പെയിന്റിങ് എന്ന് പറയുന്ന വേർബ് ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ വാസ് പെയിന്റിങ് നമ്മുടെ ബി ഫോം പ്ലസ് ING ആണ് എന്ത് പാസ്റ്റ് ടെൻസ് ആണത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും അതിനെ നമ്മൾ പാസീവ് ആക്കുന്ന സമയത്ത്
Pictures object we have to take first. നമ്മൾ അതിനെ എന്ത് കൊണ്ടുവരും? ഒബ്ജക്റ്റ് ഫസ്റ്റ് കൊണ്ടുവരും. Pictures this is past tense. അപ്പോൾ pictures എന്ന് പറയുമ്പോൾ we have to use were. Plural ആണ്. Being form വേണം ing because this is continuous tense. Painted by Alex എന്നാവൂലേ സംഭവം? ഇത്രയേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കാം, കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോ നമുക്ക് എന്തുണ്ടാകും? ബീങ്. ഓക്കെ, ഇനി അടുത്ത് നോക്ക് നിങ്ങള് പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്ന സമയത്ത് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ആണ് ഇതിന്റെ സ്ട്രക്ചർ വരാം വെർബിന്റെ. സോ ആക്റ്റീവ് വോയിസ് നോക്ക് നിങ്ങൾ. അലക്സ് ഈസ് ദ സബ്ജക്ട്, ഹാഡ് ഈസ് ദ auxiliary, painted is the V3 form, pictures object. Now when we had to convert it into number convert samayatha, we had to take the object first. So that object is pictures, and let's take the pictures first. Now it is എന്താണ്? past perfect. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ ഈ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിക്കും. We should use എന്താണ്? had. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് ഹാസ് ബീൻ, ഹാവ് ബീൻ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ കം ആസ് ഹാഡ് ബീൻ. സോ ഹാഡ് ബീൻ പെയിന്റഡ് ബൈ അലക്സ് V3 form. Auxiliary plus been V3 form. This is the thing. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. Now future simple. ഇവിടെ നോക്കുക നിങ്ങൾ, ഫ്യൂച്ചർ ടെൻസ് ആകുന്ന സമയത്ത് അലക്സ് എന്ന് പറയുന്ന സബ്ജക്ട്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബ്, പെയിന്റ് എന്ന് പറയുന്ന V1 ഫോം, പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്ട്. നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിന്റെ സമയത്ത് നമ്മൾ വേർബ് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി V1 form ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. So when we are changing into passive voice, let's see here, the object has to come as first, right? Object. Now will auxiliary be form വേണ്ടേ? Will be painted V3 by Alex subject. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ എന്താണ്? പിക്ചേഴ്സ് വിൽ ബി പെയിന്റഡ് ബൈ അലക്സ്. പിക്ചേഴ്സ് എന്താണ്? അലക്സിനാൽ ചെയ്യപ്പെടും. പിക്ചേഴ്സ് അലക്സിനാൽ പെയിന്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ അവിടെ പറയാണ് പാസീവ് ആക്കുന്ന സമയത്ത്. അലക്സ് പിക്ചേഴ്സ് പെയിന്റ് ചെയ്യും. ഇവിടെ എന്താ പറയുക പാസീവ് എക്സാമത്ത്? ഈ ചിത്രങ്ങൾ അലക്സ് ചെയ്തിരിക്കും. നമ്മൾ പറയില്ലേ ഹി വിൽ ബി ഡൺ, ഷീ വിൽ ബി ഡൺ, അവൾ ചെയ്യും എന്ന് നമ്മൾ പറയില്ലേ? ദാറ്റ് ഈസ് ദ തിങ്. അവൾ ചെയ്യും. ഫ്യൂച്ചറിൽ നമ്മൾ ഉറപ്പിച്ചല്ലേ അവൾ ചെയ്തിരിക്കും എന്ന് പറയില്ലേ? അതാണ്, ചെയ്യും എന്നല്ല, അവൾ അത് ചെയ്തിരിക്കും, അങ്ങനെയുള്ള ശൈലി. ഓക്കെ, സോ പിക്ചേഴ്സ് വിൽ ബി പെയിന്റഡ് ബൈ അലക്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. Now you got an idea now how to do passive and active voice. So this is the thing. It's a very simple grammar part, and it is a very important portion. It's a very important topic in your grammar part. So always keep that in your mind. Okay, so we stop here. In next video we will be doing something like this. Okay, so ഇതേപോലെ തന്നെ നമുക്ക് ടെൻസ്, അതേപോലെ ആർട്ടിക്കിൾസ്, അതേപോലെ എന്താണ് report speech. These 3 topics we had to complete within your exam within this period, this study time. So we will be doing that soon. Thank you so much.